ഇന്നത്തെ ഒരു ദിവസം എന്ത് സംസാരിക്കണം എന്ന് ഞാൻ വികാരി അച്ഛനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യം, ഇത് ഇടവക ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇടവകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക. നിങ്ങളുടെ ജീവിതത്തില്, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ എന്ന്. ഈ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. എന്റെ ഒരു ഗുരു ഒരിക്കൽ പറഞ്ഞ ഒരു കഥ എന്റെ മനസ്സിലേക്ക് വരിക. ഒരു ക്രിസ്തീയ ഫാമിലിയാണ്. റെജി എന്നാണ് ഹസ്ബൻഡിന്റെ പേര്, മിനി എന്നാണ് വൈഫിന്റെ പേര്. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, ആരെങ്കിലും റെജിമാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്നെ ഉദ്ദേശിച്ചാണല്ലോ ഇത് പറയുന്നത്, അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. അപ്പൊ ഇവർ രണ്ടുപേരും വീട്ടിൽ കിടന്ന് വല്ലാത്ത അടിയാണ്. തല്ലെന്ന് പറഞ്ഞാൽ വേറൊരു ലെവലിലുള്ള തല്ലാണ്. രണ്ട് മക്കളും ഉണ്ട്. അങ്ങനെ ഇവരുടെ തല്ല് മൂത്ത് കഴിയുമ്പോൾ നമുക്കറിയാം, തല്ല് മൂത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വീടിന്റെ ഉള്ളിൽ തന്നെ നിൽക്കില്ല, അതിന്റെ ഒച്ച ശബ്ദം അത് പുറത്തേക്ക് വ്യാപിക്കും. അങ്ങനെ അയൽവക്കംകാരൊക്കെ അറിഞ്ഞു. അവസാനം സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. പള്ളിയിൽ അച്ഛനും അറിഞ്ഞു. പള്ളിയിൽ അച്ഛൻ ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ഈ ഭവനത്തിലെത്തി. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ മനുഷ്യന് ഒരു കസേരയിൽ കയറി നിന്നിട്ട് അവിടെ ഒരു പഴയ ക്ലോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ക്ലോക്ക് വലിച്ച് താഴേക്ക് എറിഞ്ഞ് അതങ്ങോട്ട് ഉടച്ചു കളഞ്ഞു. അച്ഛന് വല്ലാതെ ഷോക്കായി പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു വൈദികന്റെ മുമ്പിൽ വെച്ച് ഒട്ടുമേ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അതും ഒരു പഴയ ക്ലോക്ക്, മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്ക്. ആ ക്ലോക്ക് നിലത്ത് എറിഞ്ഞ് ഉടച്ച് പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, നീ എന്തായി കാണിച്ചേ? അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പൊ എനിക്ക് സമാധാനം അയച്ചാന്നോ? അപ്പൊ അച്ഛൻ വീണ്ടും ചോദിച്ചു, അതെന്താണ് സമാധാനമായെന്ന് പറയാൻ കാരണം? അച്ഛാ, ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ടെന്ന് പറഞ്ഞു. അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ ക്ലോക്ക് ഉള്ളതാ. അതായത് അപ്പന്റെ കാലത്ത് അപ്പൻ മേടിച്ച ക്ലോക്കാണ്. അപ്പന് ചെറുപ്പമായിരുന്ന സമയത്ത് മേടിച്ചൊരു ക്ലോക്കാണ്. ഈ ക്ലോക്കിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിൽ അലാം സെറ്റ് ചെയ്യാം. പണ്ട് കണ്ടില്ലേ, പിരിച്ച് സെറ്റ് ചെയ്യുന്ന അലാം, കീ കൊടുത്ത് പിരിച്ച് റെഡിയാക്കണം. അങ്ങനെ ഈ വ്യക്തി അലാം സെറ്റ് ചെയ്യുന്നു. അലാം സെറ്റ് ചെയ്തിട്ട്, ഈ സംഭവം നടക്കുന്നത് ഞങ്ങളുടെ ആ പ്രദേശത്താണ്. അലാം സെറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം കിടന്നുറങ്ങി. രാവിലെ അലാം അടിക്കും. ഇദ്ദേഹത്തിന് ട്രിവാൻഡ്രത്തിന് പോകണം, കോട്ടയത്ത് നിന്നാണ് പോകേണ്ടത്. അപ്പോ ഈ കോട്ടയത്ത് നിന്ന് ട്രെയിനിനാണ് പോകേണ്ടത്. അപ്പൊ വീട്ടിൽ നേരത്തെ എണീക്കണം, അതിനാണ് അലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അലാം അടിച്ചില്ല. ഇദ്ദേഹം എണീറ്റപ്പോൾ ട്രെയിൻ പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പക്ഷേ ട്രിവാൻഡ്രത്തിന് പോകാതിരിക്കാൻ പറ്റത്തുമില്ല. ആകെപ്പാടെ ബേജാറായി, പ്രശ്നമായി. ഇദ്ദേഹം ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറി അടുത്തുള്ള KSRTC സ്റ്റാൻഡിലെത്തി. KSRTC സ്റ്റാൻഡിലെത്തി കഴിഞ്ഞപ്പോൾ ബസ് നിറഞ്ഞ ആൾക്കാരാണ്, കംപ്ലീറ്റ് ആൾക്കാരാണ്. പക്ഷെ ഒരു സീറ്റില് ഒരു ലേഡി മാത്രമേ ഇരിപ്പുള്ളൂ. ഒരു സുന്ദരിയായിട്ടുള്ള, നിങ്ങളെ പോലെ വളരെ സുന്ദരിയായിട്ടുള്ള, ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെ മാത്രമേ പറയുന്നുള്ളൂ, അങ്ങനെ വിചാരിച്ചേക്കരുത്. വളരെ സുന്ദരിയായിട്ടുള്ള ഒരു ലേഡി ഇരിപ്പുണ്ട്. ഈ ലേഡി ഇരിക്കുന്ന സീറ്റ് ആയതുകൊണ്ട് വേറെ ആരും പോയി അവിടെ ഇരിപ്പില്ല. അവര് എന്താണ്, ആ സീറ്റിൽ ഒറ്റയ്ക്കാണ്. 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റാണ്. ആ സീറ്റിൽ ലേഡി ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആളായതുകൊണ്ട് വേറെ സീറ്റൊന്നുമില്ല, അവരുടെ അനുവാദം മേടിച്ച് ഈ സീറ്റിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു. അനുവാദം ചോദിച്ചു, ലേഡി കൊടുത്തു. ലേഡി അങ്ങേ സൈഡിലേക്ക് മാറിയിരുന്നു, ഇദ്ദേഹം ഇങ്ങേ സൈഡിലിരുന്നു. ഇദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല തടിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു നീങ്ങിയിരിക്കാൻ പറഞ്ഞു. ഈ വ്യക്തി എന്ത് ചെയ്തു, ഈ ലേഡിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അങ്ങനെ ഈ നല്ല തടിയുള്ള മനുഷ്യനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ KSRTC ബസ് പുറപ്പെട്ടു. ട്രിവാൻഡ്രത്തിനാണ്. 4-4.5 മണിക്കൂർ യാത്രയുണ്ട്. ഈ യാത്രയുടെ സമയത്ത് ലേഡിക്ക് ഉറക്കം വന്നു. അവര് മെല്ലെ ചാഞ്ഞ് ഇദ്ദേഹത്തിന്റെ തോളിലേക്ക് ഉറങ്ങാൻ തുടങ്ങി. ഈ മനുഷ്യനും ഉറക്കം വന്നു, ഇദ്ദേഹവും ചാഞ്ഞ് ഉറങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് എണീറ്റു. ആ സമയത്ത് പരസ്പരം പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട് മുമ്പോട്ട് പോയി. അത് ഒരു സ്നേഹബന്ധത്തിലേക്കൊക്കെ കടന്നു. ഏതായാലും ആ വൈഫാണ്
ആ ലേഡിയാണ് ഇപ്പോൾ ആരുടെ വൈഫ്? ഈ മനുഷ്യന്റെ വൈഫ്. ഈ ലേഡിയെ ഇദ്ദേഹം കല്യാണം കഴിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ലോക്കാണ്. ക്ലോക്കിൽ അലാം സെറ്റ് ചെയ്തു, ഈ അലാം അടിച്ചില്ല, അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ സഹോദരൻ എന്ത് ചെയ്തത്? അച്ഛൻ വന്ന് ഒത്തുതീർപ്പാക്കുന്ന സമയത്ത് ഈ ക്ലോക്ക് കാരണമാണ് സകല പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് പറഞ്ഞ് ഇതെടുത്ത് നിലത്ത് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ലൈഫില് ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത് എന്തായിരുന്നു? ഈ ക്ലോക്കാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറിയത്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു ട്രേണിംഗ് പോയിന്റിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ചട്ടിയും കലമൊക്കെ ആണെങ്കിൽ തട്ടും മുട്ടും ഒക്കെ ചെയ്യും, അല്ലെ? അപ്പോ അങ്ങനെ തട്ടും മുട്ടും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഒച്ചയൊക്കെ കേൾക്കും. പക്ഷെ ഈ ഒച്ച വല്ലാതെ മറ്റേ ചെണ്ട കൊട്ടുന്ന ഒച്ചയായി പോയി കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനൊരു കഥ, നെഗറ്റീവായിട്ടൊരു കഥ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇടവകയില് നല്ല ഒരു കുടുംബത്തിൽ, നല്ല കുടുംബമായിട്ട് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകകൂടി ചെയ്തും. അനേകം കുടുംബങ്ങൾ ചേരുന്നതാണ്. ഇവിടെ എത്ര കുടുംബങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം നമ്പറിൽ വലുതായിട്ടുള്ള കുടുംബങ്ങളുള്ള ഒരു ഇടവകയാകാനാണ് സാധ്യത എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇടവകയിലെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇടവക ദിനത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, നമ്മുടെയൊക്കെ വാക്കുകൾ വളരെ പോസിറ്റീവാണോ? നമ്മുടെയൊക്കെ ചിന്തകൾ വളരെ പോസിറ്റീവാണോ? നമ്മുടെയൊക്കെ പ്രവൃത്തികൾ വളരെ പോസിറ്റീവാണോ എന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നല്ല ആറ്റിറ്റ്യൂഡിന്റെ വ്യക്തികളാണോ നമ്മൾ എന്നുള്ള ഒരു ചോദ്യം. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മനോഭാവമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഞാനിപ്പോ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിന്റെ വ്യക്തികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് നമ്മളെല്ലാവരും കൈയുയർത്തി കാണിക്കും. അതിന്റെ അത് യാതൊരു സംശയമില്ല. കാരണം എന്താണ്? നാണക്കേടല്ലേ? ജസ്റ്റിസ് സാർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ആ ചോദ്യത്തിന്റെ ഉത്തരം പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, ബാക്കിയുള്ളവർ കാണുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കൈയുയർത്തും. പക്ഷെ ചോദ്യം ഇതാണ്, എന്റെ ചിന്ത, എന്റെ വാക്കുകൾ, എന്റെ പ്രവർത്തികൾ പോസിറ്റീവാണോ? എന്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞാല്, എന്റെ ചിന്ത നന്മ നിറഞ്ഞ ചിന്തയാണോ? എന്റെ പ്രവൃത്തി നന്മ നിറഞ്ഞ പ്രവൃത്തിയാണോ? എന്റെ വാക്കുകൾ നന്മ നിറഞ്ഞ വാക്കുകളാണ്? ഇതാണ് ചോദ്യം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരേ മനസ്സോടു കൂടിയാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അത്ഭുതങ്ങൾ വീണ്ടും നടക്കും. ഇതിന്റെ പുറകില് മനഃശാസ്ത്രപരമായിട്ടുള്ള പല വസ്തുതകളുമുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഈ നല്ല ചിന്തകള്, നല്ല വാക്കുകള്, നല്ല പ്രവൃത്തികള് എന്ന് പറയുമ്പോൾ, ഈ എക്കോളജിക്കലി റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ സാധാരണ പറയാറുണ്ട്. എക്കോളജിക്കലി റൈറ്റ് എന്ന് പറയുമ്പോൾ അതിങ്ങനെയാണ് പറയുക, ഞാൻ ചിന്തിക്കുകയും ഞാൻ പറയുകയും ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും മറ്റുള്ളവർക്കും ഈ പ്രപഞ്ചത്തിനും നന്മയ്ക്ക് ഉതകുന്നതായിരിക്കണം. ഇത് നിങ്ങളൊന്ന് മനഃപ്പാടമാക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാല്, നമ്മൾ എക്കോളജിക്കലി റൈറ്റ് ആയിട്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ശരിക്കും നല്ല ആറ്റിറ്റ്യൂഡിന്റെ വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്ന കാര്യവും പറയുന്ന കാര്യവും പ്രവർത്തിക്കുന്ന കാര്യവും അയാൾക്ക് നല്ലതായിരിക്കണം, മറ്റുള്ളവർക്കും നല്ലതായിരിക്കണം, ഈ പ്രപഞ്ചത്തിനും നല്ലതായിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ സമതുലിതമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായി മാറും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് 2-3 ഉദാഹരണങ്ങൾ പറയാം. എന്റെ വീടിന്റെ അയൽവക്കക്കാരുണ്ട്. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഉപകാരപ്പെടണം, എനിക്ക് ഉപകാരപ്പെടണം. ചുറ്റുവട്ടത്ത് സമൂഹമുണ്ട്, ഈ രാജ്യമുണ്ട്. ഞാൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ രാജ്യത്തിനും ചുറ്റുവട്ടത്തുള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടണം. അങ്ങനെയുള്ളൊരു ചിന്താരീതി നമുക്ക് വളർത്തിയെടുക്കുവാൻ പറ്റുമോ? ഈ ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവട്ടെ എന്നുള്ളൊരു ചിന്ത
ഭൂരിപക്ഷം സമയങ്ങളിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണെന്ന് പറയും? നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയും. പക്ഷെ ഇതെല്ലാ സമയങ്ങളിലും നടക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ സാധാരണ രീതി പറയുന്നത് 80% സമയങ്ങളിൽ നടന്നാൽ മതി. പക്ഷെ ചോദ്യം ഇതാണ്, പ്രീഡോമിനന്റ്ലി അല്ലെങ്കിൽ ഭൂരിപക്ഷ സമയത്തും നമ്മളെന്ന് പറയുന്ന വ്യക്തി പോസിറ്റീവായിട്ടുള്ള ചിന്തകളുടെ ആളാണോ അല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലൂടെ കടത്തിവിടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചോദ്യം. ഇനി നമുക്കറിയാം, നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ ഞാൻ ജസ്റ്റ് നിങ്ങളോട് സൂചിപ്പിക്കാം. രണ്ട് വ്യക്തികള് അവര് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ്. ഒരു ഗ്രാമത്തിലാണ് ഇവര് ജീവിക്കുന്നത്. അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രാമത്തിലെ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവിടുത്തെ അവസരങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഗ്രാമം ഒരു വലിയൊരു മലയുടെ താഴ്വാരമാണ്. അപ്പൊ ഇവരൊക്കെ കേട്ടുണ്ട്, ഈ മലയ്ക്ക് അപ്പുറത്ത് മറ്റൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമം കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ്. ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള ഗ്രാമത്തില് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും, ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഈ രണ്ടുപേരും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ആലോചിക്കുക. പക്ഷെ ഈ ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, ഈ മലയുടെ മുകളിൽ ഒരു സന്യാസി ജീവിക്കുന്നുണ്ട്. ഈ സന്യാസിയോട് പെർമിഷൻ വാങ്ങിയിട്ട് എവിടെ പോകാൻ പറ്റുള്ളൂ? അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് സംഭവം. അങ്ങനെ ഇവർ രണ്ടുപേരും തീരുമാനിച്ചു. ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുക. അപ്പോൾ അവരൊരു ഡേറ്റ് തീരുമാനിച്ചു. അതിൽ ഒരാള് രാവിലെ എണീക്കുമ്പോൾ മറ്റൊരാളെ കാണുന്നില്ല. എന്താ സംഭവിച്ചെന്ന് ഇയാൾക്ക് പിടുത്തം കിട്ടുന്നില്ല. പിന്നീട് മനസ്സിലായി, താൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വെളുപ്പിന് മറ്റേയാൾ എഴുന്നേറ്റിട്ട് പോയി. ഈ സന്യാസിയുടെ പെർമിഷൻ വാങ്ങണം, പെർമിഷൻ വാങ്ങിയിട്ട് വേണം മറ്റേ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. നേരെ പോയി. അപ്പോ ഇയാളത് ഊഹിച്ചു, മിക്കവാറും എന്നെ പറ്റിച്ചു പോയതാണ്. കാരണം ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ഡിവൈഡ് ചെയ്യണം, അത് വീതിച്ചെടുക്കണം. അതുകൊണ്ട് ഈ വ്യക്തി എന്ത് ചെയ്തു? നേരത്തെ തന്നെ എണീറ്റ് മറ്റേയാളെ വിളിക്കാതെ, ഇവർ കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് തീരുമാനിച്ചത്, പക്ഷെ വിളിക്കാതെ തന്നെ പോയി. അപ്പൊ ഈ മനുഷ്യന് ഒരുപാട് സങ്കടമായി. രണ്ടാമത്തെ ആൾക്ക് ഒരുപാട് സങ്കടമായി. അപ്പൊ ആദ്യത്തെ ആള് പോകുന്നു. ഇദ്ദേഹം ഗുരുജിയുടെ അടുത്തെത്തി. അതായത് മറ്റേ ആളിനോട് പറയാതെ പോയ ആള്, വെളുപ്പിനെ തന്നെ എണീറ്റ് പോയ ആള്, ഇദ്ദേഹം മലയുടെ മുകളിൽ ഗുരുജിയുടെ അടുത്തെത്തി. ഈ ഗുരുജിയോട് പെർമിഷൻ വാങ്ങാതെ പോകാൻ പറ്റത്തില്ല. ഗുരുജിയോട് പറഞ്ഞു, ഗുരുജി, ഞാൻ അങ്ങേ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഗുരുജി ചോദിച്ചു, എന്തേ മകനെ നീ എന്നെ കാണാൻ വന്നിരിക്കുന്നു? അപ്പോൾ പറഞ്ഞു, ഗുരുജി, ഞങ്ങളുടെ നാട്ടില് അങ്ങേക്ക് അറിയാമല്ലോ, അവിടെ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല, ആകെ പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങ് പെർമിഷൻ തന്നെങ്കിൽ മാത്രമേ അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ഗ്രാമത്തിലേക്ക് പോകുവാൻ എന്നെ അനുവദിക്കണം. അപ്പൊ ഗുരുജി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്, മകനെ, നീ ഒരു കാര്യം എന്നോട് പറയുക, നിന്റെ ഗ്രാമത്തിലുള്ള ആൾക്കാര് എങ്ങനെയുള്ള ആൾക്കാരാ? അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു മറ്റേ മനുഷ്യർ, വളരെ മോശ സ്വഭാവമാണ്, ഒരു തരത്തിലുള്ള സഹായമില്ല. ഗുരുജി, അങ്ങേക്ക് അറിയാമല്ലോ, അവരൊക്കെ എന്നെ സഹായിക്കുവാണെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അവർ സഹായിക്കുന്നില്ല. വല്ലാത്ത സ്വഭാവമാണ് അവരുടേത്. ഗുരുജി, അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ അങ്ങയുടെ അനുവാദത്തിനായി ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഗുരുജി പറഞ്ഞു, മകനെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു കാര്യം പറയുന്നതിന്. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, എന്താ അങ്ങയുടെ ബുദ്ധിമുട്ട്? മകനെ, എനിക്കൊരു കാര്യം അറിയാം. അതെന്താന്ന് ചോദിച്ചാല്, നിന്റെ ഗ്രാമത്തിലെ ആൾക്കാരെ പോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ആൾക്കാരാണ് എവിടെയും ഉള്ളത്, ആ ഗ്രാമത്തിലുള്ളത്. അതുകൊണ്ട് നീ അവിടെ പോകാതിരിക്കുകയാണ് നല്ലത്. നീ പോയി കഴിഞ്ഞാൽ അവർ ഒരു കാരണവശാലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യന് വളരെ ദുഃഖത്തോടു കൂടി തിരിച്ച് ഗ്രാമത്തിലേക്ക് പോയി. പോകുന്ന വഴിക്ക് രണ്ടാമത്തെ ആളിനെ കണ്ടുമുട്ടി. അദ്ദേഹം എന്താണ്, പോവാ, നീ എവിടെ പോയി? ഞാൻ ഇവിടെ വരെ പോയതേ ഉള്ളൂ, എനിക്ക് ആ ഗ്രാമത്തിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിഞ്ഞു നടന്നു. രണ്ടാമത്തെ ആള് നേരെ
ഗുരുജിയുടെ അടുത്തേക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഗുരുജിയുടെ അടുത്തേക്ക് ചെന്നു. മലയുടെ മുകളിൽ ഗുരുജിയുടെ അടുത്തെത്തി. എന്നിട്ട് ഗുരുജിയുടെ കാര്യം പറഞ്ഞു. ഗുരുജി, ഞങ്ങളുടെ ഗ്രാമത്തില് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അങ്ങ് അനുവദിച്ചെങ്കിൽ മാത്രമേ അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, അനുവദിക്കണം. അപ്പൊ ഗുരുജി വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, പഴയ ആദ്യത്തെ ആളിനോട് ചോദിച്ച അതേ ചോദ്യം. മകനെ, നീ ഒരു കാര്യം പറഞ്ഞേ, നിന്റെ ഗ്രാമത്തിലെ ആൾക്കാര് എങ്ങനെയുള്ള ആൾക്കാരാ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഇതുവരെ തീറ്റിപ്പോറ്റിയത് അവരാണ്, എനിക്ക് ഇതുവരെ എല്ലാ നന്മകളും സമ്മാനിച്ചത് അവരാണ്, എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും തന്നത് അവരാണ്. പക്ഷെ ഇപ്പം അവർക്ക് തരാൻ പറ്റുന്നില്ല. കാരണം ഗുരുജിക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ ഗ്രാമത്തില് ഒരു വലിയ ക്ഷാമമുണ്ടായി. ഈ ക്ഷാമം കാരണം അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാ. ഗുരുജി, അങ്ങയുടെ മറ്റൊരു ഗ്രാമമുണ്ടല്ലോ, ആ ഗ്രാമത്തിലേക്ക് പോകുവാൻ എന്നെ അനുവദിക്കണം. അവിടെ ചെന്നിട്ട് ബിസിനസ് ചെയ്തിട്ട് സമ്പത്തുണ്ടാക്കിയിട്ട് എന്റെ ഗ്രാമത്തിലുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ അനുവദിക്കണം. അപ്പൊ ഗുരുജി പറഞ്ഞു, മകനെ, നീ ധൈര്യമായിട്ട് പോയിക്കോ. നീ അവിടെ ചെല്ലുമ്പോൾ നീ ഇതുവരെ കണ്ടിട്ടുള്ള അതുപോലെയുള്ള ആൾക്കാരെ തന്നെ നീ അവിടെ കാണും. അവരൊരുപാട് സഹായിക്കുന്ന ആൾക്കാരാ, അത്യാവശ്യം നല്ല സമ്പത്തുള്ള ആൾക്കാരാ, നിനക്ക് ധാരാളം സമ്പത്ത് തരും. അവര് നിന്നെ ഉറപ്പായിട്ടും സ്നേഹിക്കും. അവരിലൂടെ നിനക്ക് ഈ നാടിനെയും രക്ഷിക്കാൻ സാധിക്കും. വളരെ സന്തോഷത്തോടു കൂടി രണ്ടാമത്തെ ആള് ആ ഗ്രാമത്തിലേക്ക് പോയി. ഈ കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ പറയുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. ഈ ഇടവക ദിനത്തില് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തരുവാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്: നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ എങ്ങനെ പറയുന്നു എന്നതിൽ നമുക്കൊരു കൺട്രോൾ വേണം, നമുക്കൊരു പിടുത്തം വേണം. അത് പോസിറ്റീവ് ആയിരിക്കണം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയോടുകൂടി, പോസിറ്റീവായിട്ടുള്ള വാക്കുകളോടുകൂടി, പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തിയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും. ഇനി എനിക്കറിയാം, ഇതൊരു ഇടവക ദിനവുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഇതിനുള്ള പ്രാർത്ഥനയുണ്ട്. മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്നിന് പറയുന്നത് നെഗറ്റീവ് പ്രയർ എന്ന് പറയും, രണ്ടിന് പറയുന്നത് പോസിറ്റീവ് പ്രയർ എന്ന് പറയും. ഇവിടെ ബഹുമാനപ്പെട്ട വൈദികരൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിത് പറയുമ്പോൾ പ്രാർത്ഥനയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാനും ഒക്കെ യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന ശരിക്കും പോസിറ്റീവ് ആണോ എന്നുള്ള ചോദ്യം. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് സജി തലവൂർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ പുസ്തകത്തിൽ നിന്നാണ്. ആ പുസ്തകം മലയാളത്തിലായിരുന്നു. അതിനുശേഷം ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചു. ഇതെന്താണ് ഈ പോസിറ്റീവ് പ്രയർ, എന്താണ് നെഗറ്റീവ് പ്രയർ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറേയധികം പഠിച്ചു, വായിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു അർത്ഥം കിട്ടിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു അന്തസത്ത പിടികിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സംഭവത്തേ ഉള്ളൂ, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോ സോഡിയം കുറഞ്ഞു പോയി എന്നുള്ളതായിരുന്നു കാരണം. ICUവിൽ കയറ്റി. മരിയൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ പാലായിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും മരിയൻ ഹോസ്പിറ്റൽ. അപ്പോ ചാച്ചന് ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ വന്നു, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറാണ്. ഇവിടെ ആരെങ്കിലും ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഡോക്ടർ പറഞ്ഞു, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് കൗതുകത്തിന് ഞാൻ തിരിച്ചിങ്ങനെ മറുപടി പറഞ്ഞു, പഴയ മണ്ണാ ഡോക്ടറെ, ഓക്കെ ആവുന്നു. ഇതായിരുന്നു ഞാൻ പറഞ്ഞ മറുപടി. ഡോക്ടർ എന്നെ കലിപ്പിച്ചത് നോക്കി. ആ നോട്ടത്തിൽ തന്നെ ഉണ്ട് എല്ലാ അരിശവും, എന്നോടുള്ള അരിശം പുള്ളി അതുപോലെ കാണിച്ചു. ഞാൻ പുറത്തിറങ്ങി. അവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലില് വളരെ സ്വസ്ഥമായിട്ടിരുന്നു. എന്നിട്ട് ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം കണ്ടു.
ആ ചിത്രത്തിന് ഫീൽ ഉണ്ടായിരുന്നു, അതിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതിനെല്ലാം ഉണ്ടായിരുന്നു. ആ ചിത്രം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ്. ചാച്ചൻ വീട്ടിൽ കൂടി ഓടി നടക്കുന്നു, ചാച്ചൻ അമ്മേനെ ശുശ്രൂഷിക്കുന്നു. അമ്മയ്ക്ക് എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്. പക്ഷെ ചാച്ചൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ചാച്ചൻ ദീർഘകാലം ജീവിച്ചിരിക്കുന്നു. ഇതൊക്കെ ആസ്വദിച്ച് ചാപ്പലിരുന്ന് കണ്ടിട്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട്, താങ്ക് യു സോ മച്ച്. ഐസിയുൽ കിടക്കുന്ന അപ്പനെ ഇട്ടേച്ച് ഞാൻ വീട്ടിൽ പോയി. സത്യമായിട്ട് സംഭവിച്ചതാണ്, പള്ളി വെച്ച് നുണ പറയില്ലല്ലോ, സത്യമായിട്ട് സംഭവിച്ചു. പിറ്റേ ദിവസം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ അപ്പൻ ബില്ലടയ്ക്കാതെ അവിടുന്ന് ചാടി വീട്ടിൽ പോയി. ഇതാണ് സംഭവിച്ചത്. പിന്നെ ഞാൻ പോയിട്ട് ബില്ലടച്ചു കേട്ടോ, പിന്നെ ഞാൻ പോയിട്ട് ബില്ലൊക്കെ അടച്ചു. സംഭവിച്ചു ഇത്രയേ ഉള്ളൂ. ഞാൻ നല്ല വിശ്വാസിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നില്ല, എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. എന്റെ അപ്പൻ വീട്ടിൽ ഓടി നടക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ മനസ്സിൽ കൃത്യമായിട്ട് ചിത്രമായിട്ട് കണ്ടു. എന്നിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. കിട്ടുന്നതിന് മുമ്പേ നന്ദി പറഞ്ഞു. 15 വർഷം മുമ്പ് നടന്നു. ചാച്ചന് ഇപ്പം മരിച്ചിട്ട് 3 വർഷം. 3 വർഷം മുമ്പാണ് ചാച്ചൻ മരിക്കുന്നത്. 93 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ക്ഷീണമൊക്കെ ആയി ഒരു കുറച്ചു കാലം, ഒരു 3-4 മാസം ക്ഷീണമായിട്ട് കിടന്നതിന് ശേഷമാണ് മരിക്കുന്നത്. പക്ഷെ അത്രയും കാലം എന്റെ അപ്പൻ ജീവിച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ? ഇതാണ് എന്റെ ചോദ്യം. ലഭിക്കുന്നതിന് മുമ്പ് എന്താണ് എനിക്ക് ലഭിക്കേണ്ടത് അത് മനസ്സിൽ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ചു. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് പറയുന്ന പേരാണ് പോസിറ്റീവ് പ്രയർ. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോസിറ്റീവാണ്. മകൻ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പോസിറ്റീവാണ്. ആർക്കെങ്കിലും ആക്സിഡന്റ് ഉണ്ടായാൽ നമ്മുടെ പ്രാർത്ഥന പോസിറ്റീവാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള റവറൻ ഫാദർ സെബാസ്റ്റ്യൻ ഇലഞ്ഞിക്കൽ എന്ന് പറയുന്ന ഒരു വൈദികരുണ്ട്. CMI സഭയുടെ പ്രൊവിൻഷ്യലൊക്കെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അനുഭവം അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. തേനിയില് അദ്ദേഹം അവിടുത്തെ ഒരു സ്കൂളില് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതിന്റെ സുപ്പീരിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ടൂ വീലേഴ്സ് ഓടിച്ച് ഇവനൊരു ആക്സിഡന്റിൽ പെട്ടു. അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജില് ഇവൻ കിടക്കുവാണ്, മരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോ അച്ഛന്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഇവന്റെ പേര് ഇതാണ്, ഇവൻ ഇങ്ങനെ കിടക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ കാണാൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: ഇവൻ എഴുന്നേറ്റ് നടക്കുന്നു, ഇവൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, ഇവൻ കല്യാണം കഴിക്കുന്നു, ഇവൻ CMI സഭയുടെ കൂടെ ഒരുപാട് കാലം ഇവൻ കുശിനിക്കാരനാണ്, അവന്റെ പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്നു, വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു, ദീർഘായുസോടു കൂടി ജീവിക്കുന്നു. ഇത് നിങ്ങൾ മനസ്സിൽ കാണണം, ദൈവത്തിന് നന്ദി പറയാമോ? നിങ്ങൾക്കറിയാം, ഒരുപറ്റം ആൾക്കാര് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ അത്ഭുതം നടന്നിരിക്കും. അത്ഭുതം നടന്നു, അത്രേ ഉള്ളൂ. അവൻ വളരെ കൂളായിട്ട് ഇപ്പോഴും നടപ്പുണ്ട്. അവനെ നന്നായിട്ട് എനിക്കറിയാം, പേഴ്സണലി എനിക്കറിയാം. കാരണം ഞാൻ ആ സ്കൂളിൽ പോയിട്ട് പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇവനാണ് എനിക്ക് ചായ എടുത്തു തരുന്നത്, ഇവനാണ് ഭക്ഷണം പാകം ചെയ്ത് തരുന്നത്. അപ്പോഴ് നമുക്ക് ലഭിക്കേണ്ടത് എന്താണോ അത് ലഭിക്കുന്നതായിട്ട് കണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോസിറ്റീവ് ആയിട്ടുള്ള പ്രാർത്ഥന. വീട്ടില് കെട്ടിയോന് നല്ല കള്ളുകൂടിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിലല്ല കേട്ടോ, ഇവിടെ എനിക്കറിയാം നിങ്ങൾ കള്ളപ്പം പോലും കഴിക്കാത്ത ആൾക്കാരാണെന്ന് അറിയാം. കാരണം മദ്യം അബദ്ധത്തിലെങ്ങാനും ഉള്ളി ചെല്ലുമെന്നുള്ള പേടി കാരണം കള്ളപ്പം പോലും കഴിക്കില്ല, എനിക്കറിയാം. നല്ല കുടിയാണെന്ന് വിചാരിക്കുക. ഈ കെട്ടിയവരെ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ചികിത്സിക്കണം. അതിന്റെ കൂടെ തന്നെ ആ വൈഫിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. കെട്ടിയവൻ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത്, മദ്യത്തെ അകറ്റി നിർത്തുന്നത്, അതൊക്കെ മനസ്സിൽ കണ്ട് വിഷ്വലൈസ് ചെയ്ത് ദൈവത്തിന് നന്ദി പറയാൻ പറയണം. ഇത് മക്കള് അവരുടെ പഠനത്തെക്കുറിച്ച് ആയിക്കോട്ടെ, രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇന്നു മുതൽ എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഈ ഇടവകയില് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള പ്രയർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നെഗറ്റീവ് പ്രയർ എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. നെഗറ്റീവ് പ്രയർ എന്ന് പറയുന്നത്, അമ്മ ഹോസ്പിറ്റലാണ് കിടക്കുന്നതെങ്കിൽ
പൊട്ടിക്കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ആകെപ്പാടെ പ്രശ്നത്തോടുകൂടി വല്ലാത്ത ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയാ പറയുന്നത്, അവരുടെ അമ്മയുടെ അസുഖം മാറ്റണമേ. വാക്കുകൾ മുഴുവൻ അങ്ങനെയായിരിക്കും. അസുഖം, രോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കുകളിലൊക്കെ പിക്ചറുകളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകളിലെ പിക്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാമോ? ഉറങ്ങരുത്. എല്ലാവരും ഒന്ന് കണ്ണുകൾ ക്ലോസ് ചെയ്യാമോ? എന്നിട്ട് ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണേ. മൊബൈൽ താഴെ ഇടരുത്. ശ്രദ്ധിച്ചു കേൾക്കണം. കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ ആത് ബന്ദ് കരോ, ക്ലോസ് യുവർ ഐസ്. ഓക്കെ. എന്നിട്ട് മനസ്സിലായില്ല, 3 ഭാഷയിലും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. കണ്ണടച്ചു പിടിക്കുക. കണ്ണടച്ചു പിടിച്ചിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മൊബൈൽ താഴെ ഇടരുത്. ഈ സമയത്ത് എന്ത് പിക്ചറാണ് മനസ്സിൽ വരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. മൊബൈൽ താഴെ ഇടരുത്. കണ്ണു തുറന്നോളൂ. എന്ത് പിക്ചറാ മനസ്സിൽ വന്നേ? ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും കണ്ടിരുന്ന പിക്ചറുണ്ട്. ഞാൻ പറയട്ടെ, അത് ഇത്രയേ ഉള്ളൂ. മൊബൈല് താഴെ വീഴുന്നു, പൊട്ടിച്ചെതറുന്നു. ശരിയല്ലേ? ആണല്ലോ? അതെ. അങ്ങനെ കണ്ടുവരുന്ന കൈ കാണിച്ചേ. മൊബൈല് താഴെ വീണ് പൊട്ടി തകരുന്നത് കണ്ടുവരുന്ന കുറച്ചധികം ആൾക്കാർ കൈ കുത്തിക്കോ, ധൈര്യമായിട്ട് കൈ കുത്തിക്കോ. കുറച്ചധികം ആൾക്കാർ അങ്ങനെ ഒരു പിക്ചർ കണ്ടു, കൈ താഴ്ത്തിയിട്ട്. ഞാൻ പറഞ്ഞ എന്താ? മൊബൈല് താഴെ ഇടരുതെന്നല്ലേ പറഞ്ഞേ. പിന്നെന്താ നിങ്ങൾ അങ്ങനെ ഒരു പിക്ചർ കണ്ടേ? ഇനി അടുത്തത് ഒരു കാര്യം കൂടി, ഒന്നും കൂടി കണ്ണടയ്ക്കാമോ? കണ്ണടച്ചിട്ട് ഇനി ഞാൻ പറയുന്ന പിക്ചർ, ഇനി പറയുന്ന കാര്യം കേൾക്കുകയും പിക്ചർ കാണുകയും ചെയ്യണം കേട്ടോ. മൊബൈൽ മുറുകെ പിടിക്കുക. കണ്ണു തുറക്കാമോ? ശരി. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ കണ്ട പിക്ചർ എന്താന്ന്? മൊബൈൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്? മൊബൈൽ താഴെ ഇടരുത്. രണ്ടാമത് പറഞ്ഞ എന്താ? മൊബൈൽ മുറുകെ പിടിക്കണം. രണ്ടും ഒന്നാണ്. മൊബൈൽ കളയരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ രീതി വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ട പിക്ചറും വ്യത്യാസമായിരുന്നു. ഈ സെയിം സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളുടെ മകൻ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഓ ഈ ചെറുക്കനെ തോപ്പിക്കരുതേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവൻ തോക്കും. കാരണം നിങ്ങൾ കൊടുക്കുന്ന പിക്ചർ മുഴുവൻ അതാണ്. എങ്ങോട്ട് കൊടുക്കുന്ന പിക്ചർ? നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിന്റെ അടുത്തേക്ക് നിങ്ങൾ കൊടുക്കുന്ന പിക്ചർ അതാണ്. തോൽവി. അപ്പൊ ദൈവം വിചാരിക്കും, ഈ അമ്മയ്ക്ക് എന്ത് സന്തോഷം മോൻ തോക്കുന്നില്ല, ഇരിക്കട്ടെ. ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരുപറ്റം ആൾക്കാരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ ആഞ്ഞു പ്രാർത്ഥിക്കും, പക്ഷെ അതിന്റെ റിസൾട്ട് കിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ റിസൾട്ട് കിട്ടാറില്ലെന്ന്. അതിന്റെ റീസൺ ഇതാണെന്ന് മനഃശാസ്ത്രം പറഞ്ഞു വെക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഉള്ളിലുള്ള അപാരമായ ശക്തി, അത് ദൈവത്തിന്റെ അതേ ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അപാരമായ ശക്തി, അത് ദൈവമാണ്. ഈ 2 ശക്തികൾ തമ്മിൽ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത് പ്രാർത്ഥന. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അപാരമായ ശക്തി നമ്മൾ എന്തു ചോദിച്ചാലും തരും. അതെന്താ അങ്ങനെ? അതിനുള്ള കാരണം എന്താ? കാരണം മനുഷ്യന് മാത്രമേ വിവേചന ബുദ്ധിയുള്ളൂ. വിവേചന ബുദ്ധിയോടുകൂടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചോദിക്കേണ്ടത് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അത് ദൈവം ഒന്നും നോക്കാതെ അതിങ്ങോട്ട് തരും. അപ്പൊ അതുകൊണ്ട് മോൻ പഠിക്കുന്നില്ലെങ്കിൽ എങ്ങനെ വേണം പ്രാർത്ഥിക്കാന്? നിങ്ങൾ മനസ്സിൽ കാണണം, മോൻ നന്നായിട്ട് പഠിക്കുന്നത്, മോന് നല്ല മാർക്ക് കിട്ടുന്നത്, അവൻ ഉന്നത വിജയം നേടുന്നത്, അവൻ ഉപരിപഠനം നടത്തുന്നത്, ഇതൊക്കെ മനസ്സിൽ കാണണം. എന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം. കാണാതെ വിശ്വസിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ്. ഇത് മനസ്സിൽ എപ്പോഴും കൃത്യമായിട്ട് കാണണം. നിങ്ങളുടെ വൈഫ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിക്കുക, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? വൈഫ് നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവുന്നതും ഒക്കെ, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും മനസ്സിൽ കാണുക. ചിത്രമായിട്ട് കാണണം. അങ്ങനെ ചിത്രമായിട്ട് കാണുമ്പോൾ അതിന് ഫീൽ ഉണ്ടാവും, അതിന് ടേസ്റ്റ് ഉണ്ടാവും, അതിന് സ്മെല്ലുണ്ടാവും. സ്വർഗസ്വനായ പിതാവ് അത് അതുപോലെ കേൾക്കും. അതുപോലെ ഇവിടെ സംഭവിക്കും. ഭൂമിയിൽ എന്ത് സംഭവിക്കണമോ അത് നിങ്ങൾ പിക്ചറായിട്ട്
ചിത്രമായിട്ട് ഫീലോടുകൂടി, ടേസ്റ്റോടുകൂടി, സ്മെല്ലോടുകൂടി കാണുക. അപ്പോൾ അത് പോസിറ്റീവ് പ്രയർ ആയിട്ട് മാറും. എന്നിട്ട് നന്ദി പറയുക. കാരണം തരുന്നതാരാ? ദൈവം. അപ്പൊ ദൈവം തരുന്നതിന് മുമ്പേ നന്ദി പറയുന്നതിന് പറയുന്ന പേരാണ് വിശ്വാസം. ദൈവമാണ് നമുക്ക് തരുന്നത്. അത് തരുന്നതിന് മുമ്പേ അത് കിട്ടി എന്ന് ഉറച്ച് വിശ്വസിക്കുന്നതിന് പറയുന്ന പേരാണ് വിശ്വാസം. ഈ വിശ്വാസമാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസം. ഒരു ഇടവകയില്, ഒരു കുടുംബത്തില്, വ്യക്തി ജീവിതത്തില് ഒക്കെ ഈ വിശ്വാസമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പോ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇടവക പ്രാർത്ഥനയുടെ ഇടവകയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചർച്ചകളുടെ ഒരു സമൂഹമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ചർച്ചകളുടെ. ഇന്നത്തെ കാലത്ത് ചർച്ചകൾക്കല്ല പ്രാധാന്യം. ഇന്നത്തെ കാലത്ത് ആർഗ്യുമെന്റ്സിനാണ് പ്രാധാന്യം കൂടുതൽ. ഈ ചർച്ചയും തർക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപക്ഷെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും, ചർച്ചയും തർക്കവും തമ്മിലുള്ള വ്യത്യാസം. തർക്കത്തിൽ നമ്മൾ പറയുന്നത് ഞാൻ മാത്രമാണ് ശരിയെന്നാണ്. നീ തെറ്റാണ്, ഞാൻ മാത്രമേ ശരിയുള്ളൂ. അതാണ് തർക്കം എന്ന് പറയുന്നത്. ചർച്ച എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും ശരിയാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിൽ ആരാണ് കൂടുതൽ ശരി എന്ന് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് ചർച്ച. നമ്മള് പലപ്പോഴും ടി വി ഓണാക്കി കഴിയുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നത് എന്താണ്? വലിയ തർക്കങ്ങളാണ്. തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് അത് അടി, ബഹളം, പ്രശ്നം ഇതിലൊക്കെ കലാശിക്കുന്നു. ചർച്ചയിൽ അതില്ല. അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കടത്തിവിടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒരു സെന്റൻസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ചിന്തിക്കുന്ന കാര്യം, നിങ്ങൾ മനസ്സിൽ പറയണം കേട്ടോ. ഞാൻ ചിന്തിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റൊരാൾ ചിന്തിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റൊരാൾ പറയുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റൊരാൾ പ്രവർത്തിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ മതത്തെയും ബഹുമാനിക്കും. ക്രിസ്തു മതത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ നമ്മൾ ബഹുമാനിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ ഒരുപോലെ നോക്കിക്കാണും, ബഹുമാനിക്കും. വ്യത്യസ്ത മതത്തിലുള്ള വ്യക്തികളെ നമ്മൾ ഒരുപോലെ കാണും. ആണിനെയും പെണ്ണിനെയും നമ്മൾ വേർതിരിക്കില്ല. അവള് മോശമാണ്, അവൻ മോശമാണെന്ന് പറയില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റൊരാൾ ചിന്തിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ മറ്റൊരാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുള്ളതുപോലെ അയാൾ പ്രവർത്തിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ തല്ലുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അയൽവക്ക തർക്കങ്ങൾ ഉണ്ടാവില്ല. ചർച്ചകളായിരിക്കും ഏറ്റവും മുമ്പ് നിൽക്കുക. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഒരു ഇടവകയും അതോടൊപ്പം തന്നെ 2 പള്ളികളും കൂടി മൊത്തം 3 പള്ളികൾ ഈ ഒരു സെമിസ്റ്റേരി എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. പലപ്പോഴും പറയും ഞാൻ കിടക്കുന്നിടത്ത് അവര് വല്ലാത്ത പ്രശ്നം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യത ഉള്ളതാണ്. അപ്പൊ ഞാനിവിടെ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, വലിയ ഹിസ്റ്ററി ഉള്ള ഒരു പള്ളിയാണ്, വലിയ ഹിസ്റ്ററി ഉള്ള ഒരു കത്തീഡ്രൽ ചർച്ചാണിത്. നിങ്ങളെ അഭിനന്ദിക്കുന്നു, അങ്ങനെ ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുള്ളതിന്. ഇതാണ് ചർച്ചയുടെ ഗുണമെന്ന് പറയുന്നത്. തർക്കമാണെങ്കിൽ പിന്നെ അവിടെ എല്ലാം തീർന്നു. ഇന്ന് നമ്മൾ മൊത്തം കാണുന്നത്, പല സ്ഥലങ്ങളിലും കാണുന്ന തർക്കത്തിന്റെ അതിപ്രസരമാണ്. ഞാൻ പലപ്പോഴും ടി വി വെക്കാറില്ല. എന്റെ പെങ്ങളൊരു ജേർണലിസ്റ്റ് കേട്ടോ, വളരെ മിടുക്കിയായിട്ടുള്ള ജേർണലിസ്റ്റാ. അങ്ങനെ ജേർണലിസ്റ്റ് ഉള്ള ഒരു വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ഞാനിങ്ങനെ പറയും, എനിക്ക് തർക്കങ്ങൾ ഇഷ്ടമില്ല. ഞാൻ തർക്കങ്ങളുടെ ഒരാളല്ല, ചർച്ചയുടെ ആളാണ്. അങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് 100%
ഉറപ്പിക്കാം, അവിടെ തല്ലുണ്ടാവില്ല, ബഹളം ഉണ്ടാവില്ല, അവിടെ രമ്യമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ അനുയായി എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അത് ചർച്ചയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരായി മാറട്ടെ നിങ്ങൾ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യം, ഞാൻ ധാരാളമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുടെ ട്രെയിനർ കൂടിയാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ പറയാറുണ്ട്, അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. ഭൂപടം എന്ന് പറയുന്നത് ഭൂമിയല്ല, ടെറിട്ടറി അല്ല എന്നാണ് പറയുക. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഡൽഹിയുടെ, നിങ്ങളുടെ കയ്യിൽ ഡൽഹി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഭൂപടം ഉണ്ട് എന്ന് കരുതുക. ഡൽഹിയുടെ ഭൂപടം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളത് നോക്കി പഠിച്ചു. ഡൽഹി എന്താണ്, എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് അറിയാം. ഡൽഹിയെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ ഭൂപടത്തിൽ നോക്കി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ താമസിക്കുന്ന ഒരാള് നിങ്ങളുടെ അടുത്ത് വന്നു, എന്നിട്ട് ചോദിച്ചു, ഡൽഹിയെ കുറിച്ച് അറിയാവോ? പിന്നെ എനിക്കെല്ലാം അറിയാം, ഭൂപടം എന്തെങ്കിലുണ്ട്, ഞാൻ ഈ ഭൂപടം നോക്കിയിട്ട് സകല സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ കൂടെ പോരെ, നമുക്കൊന്ന് ഡൽഹി കണ്ടിട്ട് വരാം. അങ്ങനെ ഡൽഹി ചെന്നു. ഈ മനുഷ്യൻ ഭൂപടത്തിൽ കണ്ട കാര്യമല്ല എവിടെയുള്ളത്, ഡൽഹിയിലുണ്ട്. സ്ഥലങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഭൂപടത്തിൽ കണ്ട പല കാര്യങ്ങളും അല്ല യാഥാർത്ഥ്യത്തിൽ എവിടെയുള്ളത്, ഡൽഹിയിലുള്ളത്. ഇയാൾക്ക് വല്ലാത്ത അത്ഭുതമായി. മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. നമ്മളൊരു കുട്ടിയെ കാണുന്നു, സ്കൂളിലെ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടാവും. ഒരു ടീച്ചർ ഒരു കുട്ടിയെ കാണുന്നു, കുട്ടി ഉഴപ്പനാണ്. അവനെ നോക്കി ഉഴപ്പ എന്ന് വിളിച്ചു. മാപ്പ്. ഈ കൊച്ചിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവന്റെ വീട്ടിൽ അമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. ഇതൊക്കെ ശരിക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അമ്മ ഒരു ക്യാൻസർ രോഗിയാണ്, അപ്പന് തളർവാദം വന്ന് കിടക്കുക. ഇവനൊരു ചേട്ടനുണ്ട്. ഈ ചേട്ടൻ പഠിത്തം നിർത്തിയിട്ട് പണിക്ക് പോകുന്നു. ഈ കുട്ടി രാത്രിയിൽ പലപ്പോഴും പണിക്ക് പോയിട്ടാണ്, സ്കൂൾ കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് പണിക്ക് പോയിട്ടാണ് വീടും കാര്യങ്ങളും മരുന്നും ഒക്കെ റെഡിയായി കിട്ടുന്നത്. അവനാണ് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. ഭൂപടം എന്ന് പറയുന്നത് ഭൂമിയാവില്ല. മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. നമ്മുടെ വൈഫ്, നമ്മുടെ ഹസ്ബൻഡ്, അവര് വളർന്നു വന്ന സാഹചര്യമുണ്ട്. നമ്മൾ കല്യാണം കഴിച്ചൊക്കെ ഒരാളിനെ കാണുന്ന ഒരു സമയത്ത് വെറും മാപ്പ് മാത്രമാണ്. കൂടുതലായിട്ട് ഭൂപ്രദേശം എന്താണ് എന്നറിയണമെങ്കിൽ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് പഠിക്കണം. ഇവിടെ വൈദികർ വരുന്നു. ഒരു വൈദികൻ ഇവിടെ വന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. ആ സമയത്ത് ആ വൈദികനെ നമ്മൾ കാണുമ്പോൾ അതൊരു മാപ്പ് മാത്രമാണ്. കൂടുതൽ സംസാരിക്കുമ്പോഴും കൂടുതൽ അറിയുമ്പോഴുമാണ് ആ വൈദികൻ ആരാണ്, എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. നമ്മൾ പലപ്പോഴും ഉപരിപ്ലവമായിട്ട് ഒരു പെരിഫറൽ ലെവലിൽ എന്ത് ചെയ്യും, മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. മനസ്സിലാക്കുക മനുഷ്യന്മാർ. ഇന്നു മുതൽ എന്റെ ഒരു ആഹ്വാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മനുഷ്യന്മാരെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫോർട്ട് നിങ്ങൾ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഇടവകയിലുള്ള ആൾക്കാർ, ഞാൻ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്ന സമയത്ത്, ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്ക് ആയിരിക്കില്ല, അവിടെ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കും. ഞാൻ ആൾക്കാരോട് പറയും, അവിടെ പോയി മിണ്ടുക, സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പരസ്പരം മനസ്സിലാവും. ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനികളുടെ ട്രെയിനറാണ്. ധാരാളമായിട്ട് കമ്പനി ട്രെയിനിങ് ചെയ്യാറുണ്ട്. 20 വർഷമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്ത ആൾക്കാരെ പരിചയമില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാർ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ അവരോട് പറയും, മനസ്സിലാക്ക്, മനുഷ്യന്മാരെ മനസ്സിലാക്ക്. മനുഷ്യന്മാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വൃത്തികെട്ട ജന്തുവല്ല. മനുഷ്യന്മാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മോശമല്ല. അവനെ മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് 2 വയസ്സ് പ്രായമുണ്ടായിരുന്നൊരു സമയത്തെ ഫോട്ടോ കണ്ടിട്ടുള്ളതെന്ന് കൈയൊന്ന് കാണിച്ചു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് 2 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോഴത്തെ ഫോട്ടോ കണ്ടിട്ടുള്ളതെന്ന് കൈയൊന്ന് കാണിച്ചു. ഓക്കെ, 5 വയസ്സുണ്ടായിരുന്നപ്പോഴത്തെ ഫോട്ടോ കണ്ടിട്ടുള്ളത് കൈയൊന്ന് കാണിച്ചു. ഓക്കെ, ശരി. 10 വയസ്സുണ്ടായിരുന്നപ്പോഴത്തെ ഫോട്ടോ കണ്ടിട്ടുള്ളത് കൈയൊന്ന് കാണിച്ചു. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ആ സമയത്ത് ആ കൊച്ചിന്റെ മുഖം, അതായത് നിങ്ങളുടെ തന്നെ കുഞ്ഞായിരുന്ന സമയം, ആ സമയത്തെ മുഖം എത്ര നിർമ്മലതയുള്ളതായിരുന്നു, എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, എത്ര സന്തോഷം നിറഞ്ഞൊരു മുഖമായിരുന്നു. അതായിരുന്നു നിങ്ങളെന്ന് പറയുന്ന ആക്ച്വൽ വ്യക്തി. ആ സ്നേഹമുള്ള, ചിരിക്കുന്ന,
സന്തോഷമുള്ള മുഖത്തോടു കൂടിയ വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി. അതായിരുന്നു നിങ്ങളെന്ന് പറയുന്ന ആക്ച്വൽ വ്യക്തി. കാലം കഴിഞ്ഞു, പേരന്റിങ്ങിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തു? വളർന്നു വന്നപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലായി, ഞാനും നിങ്ങളൊക്കെ. അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറയുന്നത് ഇതല്ല ഞാനെന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി. എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ പാസ്റ്റിൽ ഞാൻ ആ കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ മുഖത്ത് ഐശ്വര്യമുണ്ടായിരുന്നു, എന്റെ മുഖത്ത് നിർമ്മലതയുണ്ടായിരുന്നു, എന്റെ മുഖത്ത് സ്നേഹമുണ്ടായിരുന്നു, എന്റെ മുഖത്ത് നിഷ്കളങ്കതയുണ്ടായിരുന്നു. എന്നെ എന്റെ അപ്പൻ തല്ലിയാൽ അടുത്ത നിമിഷം ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുമായിരുന്നു. എനിക്ക് പകയില്ലായിരുന്നു, വിദ്വേഷമില്ലായിരുന്നു, അങ്ങനത്തെ യാതൊരു സംഭവം എനിക്കില്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് നല്ലൊരു കൊച്ചായിരുന്നു. ഇപ്പോഴാണ് ഈ വൃത്തികെട്ട രൂപത്തിലായത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാല് മറ്റുള്ളവരെ നോക്കി കാണുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാവും. എന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി, ആ വ്യക്തി മോശമല്ല, നല്ല വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് പാപിനിയായ മറിയത്തെ യേശുദേവൻ സ്നേഹിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്യാത്ത വ്യക്തികൾ അവളെ കല്ലെറിയാൻ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന്മാരെ നമ്മൾ ഒരു മുദ്ര കുത്താതെ ഇരിക്കുക. അവർക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റ് എന്ന് പറയുന്നത് നിർമ്മലമായിട്ടുള്ള അവസ്ഥയാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഈ ഒരു മനസ്സിലാക്കൽ നിങ്ങൾക്കുണ്ടാവണം. ഇത് ഇടവക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കാര്യത്തിലും നിങ്ങളുടെ വൈഫിന്റെ കാര്യത്തിലും ഒക്കെ ഈ ഒരു മനസ്സിലാക്കൽ വേണം. വല്ലാത്ത കൂർക്കം വലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്നേരം അവർ പറയും, സാറേ ഒരു രക്ഷയില്ലെങ്കിൽ തള്ളി താഴെയാണ്, ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, ചവിട്ട് കിട്ടിയ ചിലരൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, തള്ളി താഴെയിടും. എന്നിട്ടും രക്ഷയില്ലെങ്കിലോ പിന്നെ മാർക്കൊന്നുമില്ല സാറേ, റൂം മാറി കിടക്കും. ഇതുവരെ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കി, ഇദ്ദേഹത്തിന്റെ മൂക്കിന്റെ അകത്ത് എന്തെങ്കിലും ദശവളർച്ചയോ അല്ലെങ്കിൽ തോട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് ഇയാളുടെ കൂർക്കം വലി ഞാൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം. ഒന്നെങ്കിൽ പറയും കുലുക്കൂ എന്ന് പറയും, അല്ലെങ്കിൽ പറയും ചവിട്ടി താഴെയിടൂ എന്ന് പറയും. ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളെ പറയുള്ളൂ. അപ്പോ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനാണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുക. അതാണ് ജീവിത വിജയം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റിന്റെ ലോകങ്ങളാണ്. നമ്മുടെ അയൽവക്കംകാരനുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മുടെ മക്കളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്ന ഒരു അപ്പൻ മകനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അവനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക സാറേ, ഒരു വൃത്തികെട്ട സ്വഭാവം അവന്റെ. അപ്പൊ ഞാൻ ചോദിച്ചു, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ സാറേ, ഒരലർച്ചയായിരുന്നു. നമ്മള് അഡ്ജസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈഫിനെ, നമ്മുടെ ഹസ്ബൻഡിനെ, നമ്മുടെ മക്കളെ, നമ്മുടെ അമ്മയെ ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും. വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇടവകാദിനമാണ്. പ്രായമായിട്ടുള്ള ആൾക്കാര് എന്ന് തട്ടിപ്പോകും എന്ന് ചിന്തിക്കുന്ന ഇഷ്ടംപോലെ മക്കളെ എനിക്കറിയാം. സീരിയസ് ആയിട്ട്. അവരുടെ കയ്യിലിരിപ്പ് നല്ലതൊന്നുമല്ല കേട്ടോ, അങ്ങനെയും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. കംപ്ലീറ്റ് മരുമക്കളുടെയും മക്കളുടെയും മാത്രം പ്രശ്നമൊന്നുമല്ല, ഇവരുടെയും കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ എങ്കിലും ഓർക്കുക, ഈ പ്രായമായിട്ടുള്ള ആൾക്കാര്, മുതിർന്ന വ്യക്തികൾ, അവര് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തികളൊക്കെ ഇവിടെ ഉള്ളത്. അങ്ങനെ നോർത്താൽ മതി. നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അപ്പനും നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അമ്മയും ഒക്കെ പ്രായമാകുമ്പോൾ അവരെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യം, അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് വെറുപ്പ് ഇങ്ങനെ കൂടുകയുള്ളൂ. എന്റെ PhD ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ഹിപ്നോതെറാപ്പി എങ്ങനെയാണ് ഡിപ്രഷനെ ഇല്ലാതാക്കുന്നത് എന്നുള്ളതായിരുന്നു എന്റെ തീസിസ്. മനസ്സില് പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പറയുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രം മതി ഡിപ്രഷൻ ഇല്ലാതാവും. ഇതൊരു സത്യമാണ്. നമ്മൾ പലപ്പോഴും പാരമ്പര്യമായിട്ട് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, മാനസിക രോഗങ്ങൾ പകരും എന്നൊക്കെ പറയും. പകരുകയല്ല, കൈമാറ്റം ചെയ്യപ്പെടും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ചിന്തകൾ ശുദ്ധമാണെങ്കിൽ, നമ്മുടെ വാക്കുകൾ ശുദ്ധമാണെങ്കിൽ, നമ്മുടെ പ്രവർത്തികൾ ശുദ്ധമാണെങ്കിൽ ഇതൊന്നും നമ്മളെ ഏൽക്കില്ല.
അങ്ങനെ മനസ്സിലെ ചിന്തയും വാക്കുകളും പ്രവൃത്തിയും ശുദ്ധമാണെങ്കിൽ നമ്മുടെ ചുറ്റും ആന്റിബോഡി ഉണ്ടാവും. നിങ്ങൾ ആന്റിബോഡി എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്ന ആന്റിബോഡി. എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും വാക്കുകൾ പോസിറ്റീവും നമ്മുടെ പ്രവൃത്തി പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ടാവും. ഇവിടെ വിശുദ്ധരുടെയൊക്കെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവലയില്ല ഓറ. ഈ സെയിം സംഭവം നമുക്കുണ്ട്. നമ്മളെന്ന് പറയുന്ന വ്യക്തി നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ, നല്ലതാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ പ്രകാശവലയം നമുക്ക് ചുറ്റും വളരെ ശക്തമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ചില പിള്ളേരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഓറ റീഡ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു നെഗറ്റീവ് സംഭവം നമ്മളെ തൊടുകയില്ല. അതാണ് കോട്ട പോലെ എനിക്ക് ചുറ്റും പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് പറയുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഓരോ കാര്യത്തിലും അതിന്റെ ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. അപ്പോൾ നന്നായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ എന്ത് ചെയ്യില്ല, നമ്മളെ തൊടുക പോലുമില്ല, തൊടാൻ പറ്റത്തില്ല. കാരണം അൾട്ടിമേറ്റ്ലി എപ്പോഴും വിജയം നന്മയുടെ ശക്തിക്കായിരിക്കും. അതിനൊരു ഉദാഹരണം പറയാം. ഞാനൊരു വിളക്ക് തെളിച്ചിട്ട് എത്ര കൂരിരുട്ടുള്ള ഒരു റൂമിലേക്ക് പോയാലും, എത്ര കൂരിരുട്ടുള്ള ഒരു റൂമിലേക്ക് പോയാലും ആ ഇരുട്ട് അവിടുന്ന് പോകും. ഇരുട്ടെന്ന് പറയുന്നത് പ്രകാശമില്ലാത്ത അവസ്ഥയാണ്. ഇരുട്ടിന് എന്തില്ല, നിലനിൽപ്പില്ല. എന്നുണ്ടെങ്കിൽ പ്രകാശം ഉണ്ടെങ്കിൽ. പ്രകാശമില്ലാത്തടത്ത് ഇരുട്ടുണ്ടാവും. അത് ഇരുട്ടിന്റെ കുറ്റമല്ല. ഒരു വീട്ടിൽ തിന്മയുണ്ടെങ്കിൽ, ഒരു ഇടവകയിൽ തിന്മയുണ്ടെങ്കിൽ അവിടെ നന്മയില്ലാത്തതിന്റെ പേരില്ല. അല്ല, തിന്മയുടെ കുറ്റമല്ലത്. നന്മയുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നന്മയ്ക്കേ വിജയമുള്ളൂ. പ്രകാശത്തിനാണ് അൾട്ടിമേറ്റ് വിജയം എന്ന് പറയുന്നത്. ലോകത്തിന്റെ ഹിസ്റ്ററി മുഴുവൻ എടുത്തു വയ്ക്കൂ. യേശുദേവനെ കുരിശിൽ തറച്ചു കൊന്നു. പക്ഷേ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റു, പ്രകാശമായി. പ്രകാശമുള്ളിടത്ത് എന്തില്ല, ഇരുട്ടില്ല. ഇത് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവരായി മാറുക, മാതൃക നൽകുന്നവരായി മാറട്ടെ. ഞാൻ സാധാരണ പേരന്റിങ്ങിന്റെ ക്ലാസ് ധാരാളമായിട്ട് എടുക്കാറുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പേരന്റിങ് ക്ലാസ് എടുക്കാന്നുള്ള എൻ്റെ ഒരു ഇഷ്ടമാണ്. ഒരു ബുക്കുണ്ട്, ആ ബുക്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. മാതാപിതാക്കളും അധ്യാപകരും പൂന്തോട്ടക്കാർ എന്ന് പറയുന്നൊരു പുസ്തകം. ഇനി ഞാൻ മാതൃകയാവാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പേരന്റിങ് സെഷൻ എടുക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നെഞ്ചത്ത് കൈവച്ചിട്ട്, ഈ ഹൃദയത്തിന്റെ ഭാഗമില്ലേ, നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ, എന്നെ കണ്ട് പഠിക്കുവാണെങ്കിൽ എന്റെ മക്കള് നന്നാവും, എന്നെ കണ്ട് പഠിക്കുവാണെങ്കിൽ എന്റെ കെട്ടിയോൻ നന്നാവും, എന്നെ കണ്ട് പഠിക്കുവാണെങ്കിൽ എന്റെ ഹസ്ബൻഡ് നന്നാവും, എന്നെ കണ്ട് പഠിക്കുവാണെങ്കിൽ യുവാക്കൾ നന്നാകും എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു കുറ്റമായി പോകും. അവിടെ ചോദിക്കുന്നില്ല. സത്യല്ലേ? ഇതാണ് മാതൃക കൊടുക്കാന്ന് പറയുന്നത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എന്റെ ഒരു സാറ് എവിടെ പഠിപ്പിച്ചതെന്ന് ഞാൻ പറയല. ഞാൻ പഠിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അവിടെ കുഴപ്പമില്ല. പുള്ളി കള്ളു കുടിച്ചിട്ട് ഓടെ കിടക്കുമായിരുന്നു. ഞങ്ങളോട് വന്നിട്ട് കാശ് ചോദിക്കുമായിരുന്നു സ്റ്റുഡൻസിനോട്. ആ മനുഷ്യൻ നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ കാരണം നശിച്ചു പോയ കുറേ ആൾക്കാര് എന്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളുടെ കൂടെയുണ്ട്. അത് വലിയ തെറ്റാ. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മാതൃകയാവാൻ പറ്റുമെന്നുള്ള ചോദ്യം. ഈ ഇടവകയില് യുവാക്കൾക്ക് മാതൃകയാകുവാൻ ഞാനെന്ന് പറയുന്ന അമ്മയ്ക്ക് പറ്റുമോ, ഞാനെന്ന് പറയുന്ന അപ്പന് പറ്റുമോ, ഞാനെന്ന് പറയുന്ന ചേട്ടന് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. അവിടെയാണ് ഇടവക സമൂഹത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നു മുതല് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ആരും നശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അത് ബൈബിളിലും പറയുന്നുണ്ടല്ലേ, ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച ഉണ്ടാകാൻ കാരണമായി കഴിഞ്ഞാൽ കഴുത്തിൽ തിരിക്കല്ല് കെട്ടി സമുദ്രത്തിലേക്ക് താന്നു പോകുന്നതാണ് നല്ലത്. അത് ബൈബിൾ പറയുന്നതിന് വേണ്ടല്ല ഞാനീ പറഞ്ഞു, മറിച്ച് അതിനപ്പുറത്ത് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. യേശുദേവൻ ആഗ്രഹിക്കുന്നത് അതാണ്. ഓഫ് കോഴ്സ് ബൈബിൾ എന്ന് പറയുന്നത് യേശുദേവന്റെ വാക്കുകളാണ്, അതിന്റെ സംശയമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് യേശുദേവൻ എന്ന് പറയുന്ന ദൈവത്തിന്, പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിലൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാല് അവിടുത്തെ വാക്കുകൾ കുറച്ചെങ്കിലും ഒക്കെ എന്താണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുകൂടി ഉണ്ട് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ കടക്കാൻ പോവാ. 5-ാമത്തെ പോയിന്റാണ്.
ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 4 പോയിന്റുകളാണ്. കുടുംബ ഐക്യത്തിന് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളെന്ന് പറയുന്ന വ്യക്തികള് കുടുംബത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഈ അവസരത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇടവക സമൂഹം കുടുംബങ്ങൾ കൂടിച്ചേരുന്നതാണ്. ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ സ്ത്രീകള് പുരുഷന്മാരോട് കംപ്ലൈന്റ് ചെയ്യുന്നൊരു കാര്യം, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ചെയ്യുന്നൊരു കാര്യം ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്താണ്. അതിതാണ്, പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു, പ്രത്യേകിച്ച് ലവ് മാരേജ് ഒക്കെ ആയിരുന്നെങ്കിൽ അയ്യോ ചക്കരെ പാലേ തേനെ കരളെ എന്നൊക്കെ വിളിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്താണ്, ഒരു സ്നേഹമില്ല. പുരുഷന്മാര് സാധാരണ രീതിയിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവര് മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻഗേജ് ചെയ്ത്, വേറെ അഫെയർ ഉണ്ടാ അങ്ങനെ കാര്യങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ട് എന്താവും, പണ്ടത്തെ അത്രയും ഒരു സ്നേഹം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സമയം കിട്ടാതെ വരുമ്പോൾ ഇവർക്ക് ഇറിറ്റേഷൻ ആവും. പ്രത്യേകിച്ച് ജോലി ചെയ്യാത്ത പെണ്ണുങ്ങളും കൂടിയാണെങ്കിൽ മക്കൾ വലുതാകുന്നത് വരെ മക്കളെ നോക്കിയിരിക്കാം. മക്കൾ പഠിക്കാനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിന് പ്രശ്നമാവും. പിന്നെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാവും. പക്ഷെ അത് ആണുങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ആണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സമൂഹത്തിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേയധികം സാധ്യതകളുണ്ട്, പുറത്തു പോകാനും സംസാരിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ആണുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കും. പക്ഷെ പെണ്ണുങ്ങൾക്ക് ആ സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഡിപ്രഷൻ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പുരുഷന്മാര്, നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് സംസാരിക്കുന്നത് കുറവാണെങ്കിൽ ഇന്ന് മുതൽ കുറച്ചും കൂടി സംസാരിക്കുക. ഇനി ആണുങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാവും, ഞാൻ ഒറ്റപ്പെടുന്നു. അത് സംഭവിക്കുന്നത് പലപ്പോഴും ചില വീടുകളിലൊക്കെ പെണ്ണുങ്ങള്, ലേഡീസ്, മക്കളും, ഭാര്യയും മക്കളും അവർ ഒറ്റക്കെട്ടായിരിക്കും. അവര് ഹസ്ബൻഡിനെ ഒഴിവാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദയവായിട്ട് അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. പരസ്പരം സംസാരിക്കണം. ഏതായാലും കല്യാണം കഴിച്ചു, ഇത്രയും വർഷമായി, ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നു, ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് സ്നേഹത്തോടു കൂടി ഹസ്ബൻഡിനോട് മിണ്ടാന്, കുറച്ചുകൂടി ഒന്ന് സ്നേഹത്തോടു കൂടി വൈഫിനോടൊന്ന് മിണ്ടാന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. അപ്പൊ ഇന്ന് ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വട്ടായോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും, സാരല്ല, നിങ്ങളുടെ വൈഫിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കണം. ഓക്കെ, എന്ത് പറ്റി ഈ മനുഷ്യന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ഡോക്ടർ ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു. അയാൾ പറഞ്ഞു, ഇങ്ങനെ ഒന്ന് ചിരിച്ചു കാണിക്കണം എന്ന് പറയരുത്. നിങ്ങൾ പറയേണ്ടത്, എടി എനിക്ക് നിന്നോടൊരു സ്നേഹം തോന്നുന്നു എന്ന് പറയണം. അങ്ങനെ ഒന്ന് പറഞ്ഞ് ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാല് വലിയ അത്ഭുതങ്ങളൊക്കെ വീട്ടിൽ സംഭവിക്കും. ഓക്കെ, അത് നിങ്ങൾ ഉദ്ദേശിച്ച അത്ഭുതമല്ല, നല്ല അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോ അതൊക്കെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. അപ്പോ വീട്ടിൽ പരസ്പരം സംസാരിക്കുന്നവരായിട്ട് മാറുക, ആശയവിനിമയം നടത്തണം. ഈ ആശയവിനിമയത്തിന്റെ കുറവാണ് ഇന്ന് പല വീടുകളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അധപ്പതനം. സംസാരിക്കാൻ സമയമില്ല, മക്കളോട് സംസാരിക്കാൻ സമയമില്ല. ഒരു സാധനം ഉണ്ടല്ലോ നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്നത്, അതിന് പറയുന്ന പേരെന്താ, മൊബൈല്. അല്ലെങ്കിൽ പിന്നെ ഈ സാധനമുണ്ട്. അതെ, ഈ 2 സാധനം കിട്ടിക്കഴിഞ്ഞാല് ഇവിടെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന ഈ മക്കളൊക്കെ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇല്ലാത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഈ സാധനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ സാധനം കംപ്ലീറ്റ് കുത്തരുതെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. കുറച്ചൊക്കെ നോക്കണം, കാരണം മാറുന്ന കാലഘട്ടത്തിൽ ഇത് വേണം, ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. പക്ഷെ മിക്ക വീടുകളിലും കുനിഞ്ഞ ശിരസുകൾ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതി. ഞാൻ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, ലേഖനങ്ങളൊക്കെ. ദീപനാളോ എന്ന് പറയുന്ന ഒരു മാസികയില് ലേഖനം എഴുതിയപ്പോ അതിന്റെ അകത്ത് ഒരു ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു, കുനിഞ്ഞ ശിരസുകളുടെ ഭവനങ്ങൾ. കുനിഞ്ഞ ശിരസുകളുടെ ഭവനങ്ങൾ. വൈഫ് ഇത് കുത്തിക്കൊണ്ടിരിക്കുന്നു, ഹസ്ബൻഡ് ഇത് കുത്തിക്കൊണ്ടിരിക്കുന്നു, മക്കൾ ഇത് കുത്തിക്കൊണ്ടിരിക്കുന്നു, വേലക്കാരി ഉണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കും, അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, ഭക്ഷണ മേശയിലും നമ്മുടെ ഈ പണ്ടാരം കുത്തിക്കൊണ്ടിരിക്കുന്നു. ശകലമൊക്കെ നമുക്കൊരു മര്യാദ വേണ്ടേ? കെട്ടിക്കൊണ്ട് വന്ന പെണ്ണല്ലേ, എന്നെ കെട്ടിയ കെട്ടിയോനല്ലേ, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഉണ്ടായ മക്കളല്ലേ, എന്റെ അപ്പനും അമ്മയല്ലേ, ഇതിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടണ്ടേ? അത് ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും ഒന്ന് മിണ്ടിക്കൂടെ? ഈ കംപ്ലീറ്റ് ഇതിന്റെ അകത്ത് എന്തിനാ കയറിയിരിക്കുന്നേ? അപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല. ഞങ്ങള് ഈ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ചെറിയ വട്ടായം ഉണ്ടാ. കംപ്ലീറ്റ് സമയം മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അയ്യോ കഷ്ടം,
വട്ടായി പോയല്ലോ എന്നൊന്ന് പറഞ്ഞേക്കണം. വേറൊന്നും പറയണ്ട, എന്ന് പറഞ്ഞാൽ മതി, അയ്യോ കഷ്ടം, വട്ടായി പോയല്ലോ. അതിന്റെ റീസൺ നമ്മള് ഇതിലേക്ക് അഡിക്റ്റഡ് ആയി പോയെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഒരു പയ്യൻ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. ധാരാളം ആൾക്കാർ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഞാനൊരു കൗൺസിലറാണ്, സൈക്കോളജിസ്റ്റ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവന് മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഈ അപ്പനും അമ്മയും കൂടി എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എങ്ങനെയെങ്കിലും എന്റെ മകനെ ഒന്ന് രക്ഷിച്ചു തരണം. ഞാൻ പറഞ്ഞു നോക്കാം. ഞാൻ ഇവരോട് സംസാരിച്ച് കൗൺസിലിംഗ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ച് ഇവരോട് സംസാരിക്കുന്ന സമയത്ത് ഇവൻ എന്നോട് ഒരു കാര്യം സമ്മതിച്ചു. അടുത്ത 3 ദിവസത്തേക്കിന്, എത്ര ദിവസത്തേക്കിന്? 3 ദിവസത്തേക്കിന് ഇവൻ മൊബൈൽ മാറ്റിവെക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവൻ മൊബൈൽ മാറ്റിവെക്കുന്ന സമയമില്ല, കംപ്ലീറ്റ് അഡിക്റ്റ് ആണ്. ഞാൻ ഈ അപ്പനെ അമ്മയെ വിളിച്ചു, നിങ്ങൾക്ക് സന്തോഷിക്കാം. എന്താ സാറേ? ഇവൻ 3 ദിവസത്തേക്കിന് മൊബൈൽ എന്റെ കയ്യിൽ തന്നിട്ട് പോകാമെന്ന് സമ്മതിച്ചു. ആ അമ്മ എന്റെ കാലെ തൊട്ടിട്ട് പറയുവാണ്, ദൈവം നിന്നെന്ന് പറയരുത്, കാലെ തൊട്ട് പറയാം, സാറ് ദൈവമാ സാറേ, സാറ് ദൈവമാണോ. ഞാൻ ആകെപ്പാടെ അല്ല, വല്ലാതായി. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാനൊരു പാവം കൗൺസിലറാ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് മൊബൈൽ തരിക. എനിക്കൊരു ശകല അഹങ്കാരമൊക്കെ കൂടി കേട്ടോ ആ സമയത്ത്. കാരണം വേറെ ഒന്നുണ്ടല്ല, ഇവൻ ഒരു കാരണവശാലും നന്നാകാത്തൊരു പയ്യനാണ്. അവനെയാണ് ഞാൻ നന്നാക്കിയിരിക്കുന്നത്. 3 ദിവസം ഇവൻ മാറി നിൽക്കും. മോനെ മൊബൈൽ തരാൻ പറഞ്ഞു. ഇവൻ മെല്ലെ എഴുന്നേറ്റു, പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു, ഇവൻ വിറയ്ക്കാൻ തുടങ്ങി. ഇട്ടോ പൊത്തോ താഴെ കിടന്നു. ഇവൻ ബോധം കെട്ട് വീണു. ഇങ്ങനെ ബോധം കെട്ട് വീണ ഈ ചെറുക്കനെ കണ്ടിട്ട് ഈ അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്നിട്ട് പറഞ്ഞു, താൻ കാരണമാണോ എന്റെ മോൻ നിലത്ത് കിടക്കുന്നത്. കാരണം മുമ്പ് എന്നാ പറഞ്ഞേ? സാറ് ദൈവമാകും. ഇപ്പം പറയുന്നത് എന്താണ്? താൻ കാരണമാണ് എന്റെ മോൻ നിലത്ത് കിടക്കുന്നത്. ഇതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്, മൊബൈൽ അഡിക്ഷൻ. ഇത് ശരിക്കും വട്ടാ. ഇപ്പം നമ്മുടെ പിള്ളേരുടെ അവസ്ഥ, നമ്മുടെ അവസ്ഥ വട്ടായി പോയി എന്നുള്ള അവസ്ഥയാണ്. ഇത് മൂത്ത് കഴിഞ്ഞാല് ശരിക്കും വട്ടാവും. അങ്ങനെ വട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? ചിലരൊക്കെ മൊബൈലെ നോക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്നത് ശരിയാണോ? അങ്ങനെ മൂത്ത് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? പിന്നെ ഡി അഡിക്ഷൻ വേണ്ടി വരും. ഡി അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും മരുന്ന് കൊടുത്ത് ആശുപത്രിയിൽ കിടത്തി നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പരിപാടി നടക്കില്ല. കാരണം പല ഹോസ്പിറ്റലുകളിലും ഡി അഡിക്ഷൻ സെന്ററുകളിൽ മൊബൈൽ അഡിക്ഷന് വേണ്ടിയിട്ടുള്ള ഡി അഡിക്ഷൻ പ്രോസസ് നടക്കുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് സെയിമാണ്. ഡ്രഗ്സ് അടിക്കുന്നതും ഇതുമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് സെയിമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ മൊബൈൽ അഡിക്ഷനോ അല്ലെങ്കിൽ ഡ്രഗ്സ് അഡിക്ഷനോ അതല്ലെങ്കിൽ സിഗരറ്റീസിന്റെ അഡിക്ഷനോ അല്ലെങ്കിൽ മദ്യത്തിന്റെ അഡിക്ഷനോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും മാതൃകയാകുന്നതിന്റെ പേരില്ല. നമ്മുടെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ കൊടുത്തു. നമ്മുടെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്ത് അവർ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുത്തു. നമ്മുടെ കൊച്ചുമക്കൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവർ കരയാതിരിക്കാൻ മൊബൈൽ കൊടുക്കുന്നു. നമ്മുടെ കൊച്ചിനും പനി ഉണ്ടെങ്കിൽ മൊബൈൽ കൊടുത്തു. എല്ലാ സമയത്തും കൊച്ചിനൊരു കാര്യം മനസ്സിലായി, എല്ലാത്തിന്റെ സൊല്യൂഷൻ എന്താണ്? മൊബൈലാണ്. അപ്പൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന മൊബൈലാണ്, അപ്പോൾ മൊബൈലാണ് പൈസ. അപ്പൻ വീഡിയോ കാണുന്നത് മൊബൈലാണ്, എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന മൊബൈലാണ്. എല്ലാം മൊബൈലാണ് എന്നുള്ള ചിന്ത നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് കൊടുത്തത് ഞാനും നിങ്ങളുമാ. എന്റെ മോൻ മൊബൈലിന് പിടിവാശി എടുക്കുന്നില്ല എന്നല്ല ഞാനീ പറയുന്നത്. അവനും പിടിവാശി എടുക്കാറുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കാറില്ല. എന്റെ വൈഫ് കൃത്യമായിട്ട് പറയും, മോനെ മതി, സ്റ്റോപ്പ്. നോ പറയാൻ നിങ്ങൾക്ക് പറ്റണം മക്കളോട്. കുടുംബത്തെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. കുടുംബത്തിൽ ദുർമാതൃക കൊടുത്തിട്ട് എന്റെ മോൻ മോശമായി പോയി, എന്റെ മോക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഞങ്ങളെന്ന് പറയുന്ന ആരാണ്? കൗൺസിലേഴ്സ്. നമ്മൾ ആദ്യം മാതൃക കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആകും. അതുകൊണ്ട് ഇതൊന്ന് ഓർക്കുക. കുടുംബത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമോ അത്രയും കമ്മ്യൂണിക്കേഷൻ നടത്താൻ നിങ്ങൾ ശ്രമിക്കുക. മിണ്ടാതിരിക്കുന്ന സ്വഭാവം ഇല്ലാതാക്കുക. ഞാൻ മിണ്ടാത്ത ആളാണെന്ന് പറഞ്ഞ് നടക്കാതിരിക്കുക, മിണ്ടുക, മക്കളോട് സംസാരിക്കുക. മൊബൈല് അതുപോലുള്ള സാധനങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ക്രീൻ ടൈം നിശ്ചയിക്കുക. എന്താ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാല്? TV, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഐപാഡ് അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കുക. ആ സമയം കഴിഞ്ഞ സാധനം മേടിച്ചു വെക്കുക. നിങ്ങളെന്ന് പറയുന്ന അപ്പൻ, നിങ്ങളെന്ന് പറയുന്ന അമ്മ മക്കളെ ജനിപ്പിച്ച ആളാണെങ്കിൽ നിങ്ങൾക്കൊരു നട്ടലുണ്ടാവണം. എന്തിനു വേണ്ടിയുള്ള നട്ടല്? പിള്ളേരോട് മര്യാദയ്ക്ക് ഇന്നത് ചെയ്യണം എന്ന് പറയാനും അത് പറയുന്ന രീതിയിൽ അവർ പ്രാവർത്തികമാക്കുന്നു എന്ന് ഉറപ്പാക്കാനുമുള്ളൊരു നട്ടല് നമുക്കുണ്ടാവും. അത് പേരൻസ് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ 5ാമത്തെ പോയിന്റ് നിങ്ങളോട് സംസാരിച്ചു. അത് കുടുംബത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക.
ഇനി ആറാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിതാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക. ഒരു കുടുംബത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾ ജീവിക്കുമ്പോൾ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പണം ആവശ്യമാണ്. പണത്തെ സ്നേഹിക്കണം. പണം എന്ന് പറയുന്നത് ഒരിക്കലും മോശമല്ല. പണത്തെ സ്നേഹിക്കണം. പണത്തെ സ്നേഹിക്കുന്നയാള് പണത്തെ ദുരുപയോഗം ചെയ്യില്ല. ഞാൻ സ്നേഹിക്കുന്ന ഒരു വസ്തുവിനെ ഞാൻ അനാവശ്യമായിട്ട് വലിച്ചെറിയോ? ഇല്ല. പണം ധാരാളമായിട്ട് ധാരാളിത്തത്തോടു കൂടി ഉപയോഗിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പണത്തെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനില് ഇങ്ങനൊരു സെന്റൻസ് ഉള്ളതായിട്ട് എനിക്കറിയാം. അതിതാണ്: നല്ലവനായ മനുഷ്യന്റെ കയ്യിൽ ധാരാളം പണം ഉണ്ടായാൽ അത് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപകരിക്കും. നമ്മുടെ അവസ്ഥയും അതാവട്ടെ. ഈ പണവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പണം ചെലവഴിക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കണം. നമുക്ക് ചുറ്റും പണം ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പാലായില് ഒരു മരിയൽ സദനമുണ്ട്. മരിയൽ സദനം എന്ന് പറയുന്ന സന്തോഷിയായിട്ട് നടത്തുന്ന ആ സ്ഥാപനത്തില് ഏകദേശം 250-300ഓളം മാനസിക രോഗികൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായമായിട്ട് അവിടെ പോകാറുണ്ട്. ഇങ്ങനെ നമ്മുടെ പണം ശരിക്കും ആവശ്യമുള്ള ഒരുപാട് ലാസകന്മാര് നമുക്ക് ചുറ്റുമുണ്ട്. ഇത് നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് മാതൃക കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പണത്തെ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കുന്നത്? സേവിങ്സ്. പണം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് അവരെ കൊണ്ട് കൊടുപ്പിക്കുക. കുട്ടികളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഒന്ന് ബർത്ത്ഡേ ആഘോഷിക്കുക. അത് സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങളെന്ന് പറയുന്ന അപ്പനും അമ്മയ്ക്കും, നിങ്ങളെന്ന് പറയുന്ന മക്കൾക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ കൂടെ ആവശ്യമുള്ള ആൾക്കാർക്ക് പണം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും വിവാഹത്തിന്റെ സമയത്തും ബർത്ത്ഡേയുടെ സമയത്തും ഒക്കെ അവരുടെ ഒപ്പം ആഘോഷിക്കാൻ പറ്റും. അങ്ങനെ ഒരു നന്മയുടെ സമൂഹമായിട്ട് ഈ സമൂഹം മാറിയപ്പോൾ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കറിയാം നിങ്ങളുടെ പല സുഹൃത്തുക്കളും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവും. കേരളത്തിൽ ദാരിദ്ര്യമുണ്ട് എന്ന് തോന്നുന്നവരെന്ന് കൈയുർത്തി കാണിച്ചേ. കേരളത്തിൽ ദാരിദ്ര്യമുണ്ട് എന്ന് അറിയാവുന്നവരെന്ന് കൈയുർത്തിക്കേ. ധാരാളമായിട്ടുള്ള ആത്മഹത്യകൾ ഈ കേരളത്തിൽ സംഭവിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. ഞാൻ വളരെ പബ്ലിക് ആയിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇത് പറയുന്നതിന്റെ പേരിൽ ആ കുടുംബത്തിന് കുഴപ്പമില്ലാത്തതിന്റെ പേരില്ല. ഗൗരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഏറ്റുമാനൂരുണ്ട്. ഗൗരി. ഈ ഗൗരി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയതാ. ഒരു ദിവസം ഗൗരിയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ രക്ഷയൊന്നുമില്ല, കടവടയ്ക്കാൻ രക്ഷയൊന്നുമില്ല, മിക്കവാറും അടുത്ത ആഴ്ച ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞു. സത്യമായിട്ട് സംഭവിച്ച വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. കാരണം പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ്. 7 ലക്ഷം രൂപയും കണ്ട് വേണം അവർക്ക് എന്ത് ചെയ്യാന്, ആ ഒരു കടം അത്യാവശ്യം ഒന്ന് ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട്, ലോണിന്റെ പലിശയും കാര്യങ്ങളെല്ലാം കൂടി. ഈ മോക്ക് ഒരുപാട് സർജറീസ് വന്നിട്ടുണ്ട്. ഗൗരി എന്നാണ് ആ കുട്ടിയുടെ പേര്. ഗൗരിയുടെ അമ്മ എന്നും പറഞ്ഞൊരു പുസ്തകം ഈ ഇടയ്ക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ലേഡി പ്രസിദ്ധീകരിച്ചു, അവരുടെ അനുഭവങ്ങൾ പ്രസിദ്ധീകരിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ സംസാരിച്ചു. മലയാള മനോരമ ഓൺലൈനിൽ ഒരു വാർത്ത കൊടുത്തു, ഗൗരിയുടെ അമ്മയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഗൗരിയെ കുറിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്. 8 ലക്ഷം രൂപ കിട്ടിയോ? 8 ലക്ഷം രൂപ കിട്ടി. ദാരിദ്ര്യമുണ്ട്. അവരുടെ വീട് നല്ല വീടാണ്, അവർക്കൊരു കാറുണ്ട്, അപ്പന് ജോലിയുണ്ട്, അമ്മ വളരെ സ്മാർട്ടായിട്ടുള്ള ലേഡിയാ, കണ്ടാൽ ആരും പറയാന. ഇതാ പ്രശ്നം. കേരളത്തിന്റെ പ്രശ്നം ഇതാണ്. കേരളത്തില് എന്താണ്, ഷർട്ട് ഇടാതെ അല്ലെങ്കിൽ തുണി ഉടുക്കാതെ ആരും നടക്കില്ല. ഭക്ഷണം കഴിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ശരിക്കുമുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി വീട്ടുകാര് നമ്മുടെ ഇടവകയിൽ ഉണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ അവന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ് നമ്മൾ പറയും. അവന്റെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിക്കുന്നതാണ്. അയ്യോ, കയ്യിലിരിപ്പുകൊണ്ടാ ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പം കയ്യിലിരിപ്പുകൊണ്ടായിരിക്കട്ടെ. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർ ആത്മഹത്യ ചെയ്യാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ എത്ര വലിയ പണക്കാരായിക്കോട്ടെ, എത്ര വലിയ നിലയിൽ നമ്മുടെ മക്കള് ഓസ്ട്രേലിയയിലോ കാനഡയിലോ UK-ലോ എവിടെയൊക്കെ ഉണ്ടോ, അതുകൊണ്ടൊന്നും നമുക്ക് ഒരു നിക്ഷേപം ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഞാനത് പറയുമ്പോൾ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ഇത്രയും മാത്രം ചെയ്യുക. നമ്മുടെ ചുറ്റും കരയുന്നവര്, സങ്കടപ്പെടുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർക്കൊരു കൈത്താങ്ങായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതാണ് ഒരു ക്രിസ്തുവിന്റെ അനുയായിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ റിസർച്ചിന്റെ ഹെഡായിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ബോംബെയിൽ അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കേരളത്തിലേക്ക് തിരിച്ചു വരണം, കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളൊരു തോന്നല്. ട്രെയിനിങ് എടുക്കുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. ഞാൻ പലപ്പോഴും മദ്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാണ്, ഞാൻ മദ്യപിക്കാത്ത ആളാണ്. സിഗരറ്റ് വലിക്കരുതെന്ന് ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കാത്ത ഒരാളാണ്. അപ്പോ എനിക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഈ ജീവിതം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുക. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നമ്മൾ ഇവിടെ എന്താണ് വലിയ വീടുകൾ ഉണ്ടാക്കുന്നത് വേണം കേട്ടോ, വലിയ വീടുകൾ വേണം, വലിയ വണ്ടികൾ നിങ്ങൾ മേടിക്കണം, വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങണം. പക്ഷെ അതിന്റെ കൂടെ ഇവിടെ ബുദ്ധിമുട്ടുന്ന ഒരുപറ്റം ആൾക്കാരെ സഹായിക്കാൻ കൂടി നമുക്ക് എവർക്കും കഴിയണം. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവസാനത്തിന് തൊട്ടു മുമ്പത്തെ പോയിന്റ് എന്ന് പറയുന്നത് അത് ഇതാണ്: ദേശസ്നേഹമുള്ളവരായിട്ട് മാറുക. നമ്മുടെ ഈ കുടുംബാംഗങ്ങൾ, ഈ ഇടവക സമൂഹത്തില് ദേശസ്നേഹത്തെ കുറിച്ച് കൂടി ചിന്തിക്കണം. ഞാൻ അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലരൊക്കെ ഇരുന്ന് എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല വിദേശ രാജ്യം. ഞാൻ എല്ലാ മാസവും 2 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആളാണ്. അവിടുന്ന് പൈസ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന ആളാണ്. എനിക്ക് എതിർപ്പുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിതാണ്. അത് നിങ്ങൾ എങ്ങനെ എടുക്കും, എന്നെ കല്ലെറിയരുത്. എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. കല്ലില്ലെങ്കിൽ പേഴ്സ് എറിയരുത്. എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, എന്റെ മോന് 10 വയസ്സ്. ഈ 10 വയസ്സുള്ള മോനോട് മിനിഞ്ഞാന്നും ഞാൻ പറഞ്ഞതാണ്, നീ വിദേശത്ത് പോയി ജോലി ചെയ്യാവുന്നുള്ള മോഹമുണ്ടെങ്കിൽ വെട്ടിയേരെ, നിന്നെ ഞാൻ വിദേശത്ത് വിട്ട് പഠിപ്പിക്കും. എന്തിനാ? വിദേശത്തെ നോളേജ് കിട്ടാൻ. എന്നിട്ട് നീ നാട്ടിൽ വരണം. നീ നാട്ടിൽ വന്നിട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇവിടെ ഒരു ബിസിനസ് ചെയ്ത് ഈ നാടിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം. നിനക്ക് ഇഷ്ടം പോലെ പൈസ വേണം, പക്ഷെ നാട്ടിൽ നീ ഉണ്ടാക്കണം. നീ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് അവിടെ ഒരു വലിയ വീട് മേടിച്ചിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ലോൺ അടച്ചിട്ട് അവരുടെ അടിമയായിട്ട് കിടക്കാൻ നിന്നെ ഞാൻ വിടില്ല എന്ന് കൃത്യമായിട്ട് അവന് ഞാനൊരു മാർഗനിർദ്ദേശം കൊടുത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇയാൾ എന്ത് ദുഷ്ടനാ, മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലേ. പക്ഷെ ഗൈഡൻസ് നമ്മൾ കൊടുക്കണം. എല്ലാം മക്കളുടെ ഇഷ്ടമാണ്, എല്ലാം മക്കൾ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗൈഡൻസ് കൊടുക്കാൻ മാതാപിതാക്കൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അപ്പനും അമ്മയും? ഈ നാടിന്റെ പുരോഗതി എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ കൂടിയുള്ളതാണ്. നമ്മളും കൂടി തീരുമാനിക്കണം. ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കഷ്ടമുണ്ട് അല്ലെ. നമ്മുടെയൊക്കെ വലിയ വീടൊക്കെ ഉണ്ട്, 2 കോലങ്ങള് വീട്ടിലുണ്ട്, ബാക്കി എല്ലാവരും അവിടെയാണ്. അപ്പൊ ഈ കോലങ്ങളുടെ അടുത്ത് ഒന്നും വിചാരിക്കരുത്, തെറ്റായിട്ടൊന്നും ധരിക്കരുത്. ഈ കോലങ്ങളുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ വളരെ മഹിമയോടുകൂടി ഈ കോലങ്ങൾ പറയും, എന്റെ മോന് അവിടെയാ. എന്നിട്ട് എന്ത്? നമ്മൾ മരിച്ചാൽ അവർ വരുവോ? വരികയല്ല, വരാൻ പറ്റിയല്ല, ഭയങ്കര ബിസിയാ. അങ്ങനെ ഒരു ഗൈഡൻസ് കൊടുത്താണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നതെങ്കിൽ ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ഞാനെന്ന് പറയുന്ന വ്യക്തി അത് കൊടുക്കില്ല. ഇതിവിടെ വെച്ച് പറയുന്ന കാര്യം, പള്ളി വെച്ച് പറയുന്ന കാര്യമാണ്. അപ്പോ ദേശസ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ നാടിന് കൊള്ളാവുന്നവരായിട്ട് വളർത്തണം. നാട്ടിൽ ബിസിനസ് തുടങ്ങണം. ഗവൺമെന്റ് ജോലി മാത്രമല്ല ഞാൻ പറയുന്നത്, നാട്ടിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് മക്കൾക്ക് പ്രേരണ കൊടുക്കണം. നാട്ടിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കളെ പ്രാപ്തരാക്കണം. 4 പേർക്ക് ജോലി കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിലും വലിയൊരു സേവനം അറിയില്ല. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന നമ്മൾ അത് ചെയ്യണം. ക്രിസ്തുവിന്റെ അനുയായിയാണെങ്കിൽ കൂടെ കൂട്ടാൻ കുറെ ആൾക്കാരെ നമുക്ക് ഉണ്ടാവണം. അത് എന്താണ്, കൊടി പിടിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. വളരെ സിമ്പിൾ. അവർക്ക് വീട്ടിൽ പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് നമുക്കും പറ്റണം.
അത് ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനി ആവുന്നത്. അല്ലാതെ വിദേശത്ത് പോയിട്ട് എന്താണ് അവിടെ സെറ്റിൽ ആകുമ്പോഴല്ല. അതിന്റെ അർത്ഥം വിദേശത്ത് പോകരുതെന്നല്ല, പോണം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം, നോളജ് ഉണ്ടാവണം. എന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് നമ്മൾ പ്രവർത്തിക്കണം. KR നാരായണൻ അങ്ങനെ ചെയ്തൊരു മനുഷ്യനാ. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. എത്രയോ മനുഷ്യർ അങ്ങനെ ചെയ്തു. അതിന്റെ ഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. ഇന്ത്യ അത്ര മോശമൊന്നുമല്ല. അങ്ങനെ മോശമായിരുന്നെങ്കിൽ പണ്ടേ കോവിഡ് വന്ന സമയത്ത് കംപ്ലീറ്റ് ഇല്ലാതായി പോകേണ്ടതായിരുന്നു. കേരളം അത്ര മോശമൊന്നുമല്ല. നമ്മളെല്ലാരും പറയും കേരളത്തിൽ എന്തില്ല, സാഹചര്യമില്ല, കേരളത്തിലെ റോഡുകൾ മോശമാണ്. കഴിഞ്ഞ ദിവസം UK ന്ന് 2 പിള്ളേർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ജസ്റ്റിൻ ചേട്ടാ എന്ത് സുഖമാണ് അവിടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടുത്തെ റോഡുകളിലൊക്കെ ജെർക്കിംഗ് ആണ്. ഞാൻ ചോദിച്ചു, എടാ ഒന്ന് മിണ്ടാതിരിക്കടാ ഈ പൊട്ടത്തരം. നീ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത്, UK എയർപോർട്ടിൽ അല്ല, എവിടെയാട്ടെ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിനക്ക് എയർപോർട്ടിൽ ജെർക്കിംഗ് അനുഭവപ്പെടാറില്ലേ? അതുണ്ട്. അപ്പൊ ഈ ജെർക്കിംഗ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. നീ അവിടെ പോയി കിടന്നിട്ട് നിന്റെ വീടിന്റെ ലോൺ അടച്ച് തീർത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജെർക്കിംഗ് മാറില്ല. ഇവിടുത്തെ ജെർക്കിംഗ് മാറണമെങ്കിൽ ഇവിടെ ജോലി ചെയ്യണം, ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, ഇവിടുത്തെ മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യം എന്താ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ദേശസ്നേഹമുള്ള ഒരു പറ്റം ആൾക്കാരായിട്ട് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കട്ടെ. നിങ്ങൾ ഓൾറെഡി ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് മതസൗഹാർദ്ദമില്ലായ്മ എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ചർച്ചകൾ ചെയ്യുക. ഞാൻ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും മറ്റുള്ളവർക്കും ഈ പ്രപഞ്ചത്തിനും ഉപകരിക്കുന്നതാവണം. ഞാൻ ചിന്തിക്കുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ അവകാശമുള്ളതുപോലെ മറ്റൊരാൾ ചിന്തിക്കുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് അവകാശം ഉണ്ടാവണം. നമ്മുടെയൊക്കെ പള്ളിയുടെ പെരുന്നാളിന്റെ സമയത്ത് എത്രയോ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാര് നമ്മുടെ പെരുന്നാളിന്റെ കൂടെ കൂടല്ലേ? എത്ര സ്നേഹമാണ് നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക്. അതിനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. മറ്റു മതത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഇടയിൽ നിന്നുണ്ടാവാൻ പാടില്ല. നമുക്കറിയാം നമ്മുടെ മതം സത്യമതമാണെന്നും നമ്മുടെ ദൈവം സത്യദൈവമാണെന്നും ഒക്കെ നമുക്കറിയാം. അത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ്, അല്ലാതെ മതവിദ്വേഷം പ്രചരിപ്പിച്ചല്ല. ഇവിടെ മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനുമൊക്കെ ഒരുപാട് പേര് കേട്ട നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്, സംശയമൊന്നുമില്ല. പക്ഷെ എങ്കിലും പണ്ടത്തെ അസുഖം ഇപ്പോഴും ഉണ്ടോ? ഞാൻ കഴിഞ്ഞിടയ്ക്ക് മലപ്പുറത്ത് പോയപ്പോ ഒരു മുസ്ലിമിന്റെ വീടിന്റെ മുറ്റത്തോടെയാണ് ഹിന്ദുവിന്റെ വീടിന്റെ മുറ്റത്തേക്ക് കയറുന്നത്. മലപ്പുറം പ്രദേശം പരിചയമുള്ള നിങ്ങൾക്ക് ഒക്കെ അറിയാം. തൊട്ടപ്പുറത്ത് ക്രിസ്ത്യ വീടുകളുണ്ട്. പാവപ്പെട്ട ആൾക്കാരാ, പാവപ്പെട്ട മനുഷ്യന്മാരാ. അവിടെ ഇവിടെയും ഒക്കെ ധാരാളമായിട്ടുള്ള വീടുകളുണ്ട്. ആ വീടുകളില് വളരെ സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞുമൊക്കെ മനുഷ്യന്മാർ കഴിയുന്നു. നമ്മുടെ കേരളത്തില് അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചത്.